എന്നാൽ പ്രതിപക്ഷ നേതാവിൻ്റെ ഇരട്ടത്താപ്പ് നോക്കൂ. തങ്ങളിലേക്ക് എത്തുമ്പോൾ തങ്ങളുടെ ആരെങ്കിലും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമ്പോഴേക്കും എന്തിനാണ് ഈ പരിഭ്രാന്തി? എന്തുകൊണ്ടാണ് UDF നേതാവിനെ, UDF കൺവീനറെ ചോദ്യം ചെയ്യുമ്പോൾ SITയെ തന്നെ തള്ളിപ്പറയുന്നത്? ഇപ്പോൾ പ്രതിപക്ഷത്തിന് ഇപ്പം അന്വേഷണത്തിൻ്റെ പോക്കിൽ ഭയമുണ്ടെങ്കിൽ ആ പാരഡി ഗാനം ഒന്ന് അന്ന് പാടിയതുപോലെ ഒരുമിച്ചിരുന്ന് കൂട്ടമായിട്ട് പാടിയാൽ മതി. പാരഡി പാടിയത് ഇപ്പോൾ കൂട്ട നിലവിളിയായിട്ട് മാറുമോ എന്ന് നമുക്ക് കണ്ടറിയാം. അതായത് സ്വർണം കട്ട് വിറ്റവനും കട്ട മുതൽ വാങ്ങിയവനും ഒറ്റ ഫ്രെയിമിൽ വന്ന ഒറ്റ ചിത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. അതിൽ UDF കൺവീനറും പത്തനംതിട്ടയിലെ കോൺഗ്രസ് MPയും ഉണ്ട് എന്ന് മാത്രമല്ല ബഹുമാന്യയായ സോണിയാഗാന്ധിയുടെ വീട്ടിൽ വെച്ചാണ് ചിത്രം എന്നതും വ്യക്തമായി കഴിഞ്ഞു. അപ്പോൾ ഇത്രയും ഇതിലെ മുഖ്യപ്രതികൾ രണ്ടുപേരും ഉൾപ്പെട്ടൊരു ചിത്രത്തിൽ കേരളത്തിലെ 2 കോൺഗ്രസ് MPമാർ, അതിലൊരാൾ UDF കൺവീനറുണ്ട്. അവർ എനിക്കോ നിങ്ങൾക്കോ സാധാരണഗതിയിൽ എത്താൻ പറ്റാത്ത അതീവ സുരക്ഷയുള്ള ബഹുമാന്യയായ സോണിയാഗാന്ധിയുടെ വീട്ടിൽ ഇവരെത്തിച്ചിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് ഈ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചു എന്ന മാധ്യമ വാർത്തകൾക്ക് പ്രാധാന്യമുണ്ട്. നമ്മുടെ മുമ്പിൽ മാധ്യമ വാർത്തകൾ മാത്രമാണുള്ളത്. അപ്പം അതിന് വളരെ വലിയ പ്രാധാന്യമുണ്ട്. യഥാർത്ഥത്തിൽ നമ്മളെല്ലാം പ്രതീക്ഷിച്ചത് പ്രതിപക്ഷ നേതാവ് അതിനെ സ്വാഗതം ചെയ്യുമെന്നാണ്. പക്ഷെ പ്രതിപക്ഷ നേതാവ് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഒറ്റയടിക്ക് മലക്കം പറഞ്ഞ് SITയെ തന്നെ ഇപ്പോൾ ചോദ്യം